Hello friends, welcome to our next video. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്താണ് കൺസ്ട്രക്ടർ എന്നും എന്താണ് നെയിംഡ് പാരാമീറ്റേഴ്സ് എന്നുള്ളതും പഠിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇനിയിപ്പോൾ ബേസിക്സിലേക്ക് കടക്കുന്നില്ല, നമുക്ക് ഫ്ലട്ടറിനെ പറ്റിയിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് ഓരോ ഫ്രെയിം വർക്കുകൾ കാര്യങ്ങളൊക്കെ ഇനി പഠിക്കാനായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തും ഇനി പറയാനായിട്ട് ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്കിനി ബേസിക്സ് ആവശ്യമായിട്ട് വരുന്ന ടൈമിൽ മാത്രം ബേസിക്സിലേക്ക് കിടക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതും ഒന്ന് എത്താതാവും ഇതും ഒന്ന് എത്താതാവും, അങ്ങനെ പാതി വഴിക്ക് രണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ബേസിക്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു സ്ക്രീനാണ്. നമ്മുടെ ടെക്സ്റ്റ് ഞാൻ എന്തെന്ന് കൊടുത്തിരുന്നു, ന്യൂ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു മെയിനായിട്ട് നമ്മൾ ഇന്നലെ ചെയ്തത്. അപ്പോൾ നമുക്കിന്ന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ഒരു ആപ്ലിക്കേഷൻ എന്ന രീതിക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ക്ലാസ് മൈ ആപ്പ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിനെയാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഇനി ഈ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിനകത്ത് ഞാൻ ഒരു ബിൽഡ് മെത്തേഡ് കൊടുത്തു, അതിനകത്തൊരു മെറ്റീരിയൽ ആപ്പ് കൊടുത്തു. മെറ്റീരിയൽ ആപ്പ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു സ്കാഫോൾഡ് കൊടുത്തു. സ്കാഫോൾഡ് എന്തിനായിട്ടുള്ളതാണെന്നും പറഞ്ഞായിരുന്നു. സ്കാഫോൾഡ് എന്തിനാണെന്ന് അറിയാമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ ഒരു കംപ്ലീറ്റ് സ്ക്രീനിനെ ഒക്കുപ്പൈ ചെയ്യാനായിട്ട് ഒരു കണ്ടെയ്നറായിട്ടായിരിക്കും നമ്മുടെ സ്കാഫോൾഡ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതേപോലെ സെൻറ്റർ എന്ന് പറയുന്നൊരു വിഡ്ജറ്റ് അവിടെ യൂസ് ചെയ്തു. ആ വിഡ്ജറ്റ് നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ സ്ക്രീനിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ സെൻട്രലൈസ് ചെയ്ത് വെക്കാനായിട്ടാണ് സെൻറ്റർ എന്ന് പറയുന്ന വിഡ്ജറ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് നമ്മുടെ സ്ക്രീനിൽ അത് പ്രിൻറ്റ് ചെയ്യിക്കാനായിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ മിസ് ചെയ്തൊരു കാര്യമുണ്ട്. നമ്മളൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഡ്ജറ്റിനെയൊക്കെ കോൾ ചെയ്ത് ഒരു ബിൽഡ് മെത്തേഡ് കൊടുക്കുന്ന ടൈമിൽ നമ്മളിവിടെ ഒരു ഓവർറൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെക്കറേറ്റർ കൊടുക്കും. ഓക്കെ, ഞാനിവിടെ ഓവർറൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെക്കറേറ്റർ കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഡാർട്ട് ബേസ് ചെയ്തിട്ടാണ്. ഓവർറൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ പ്രോപ്പർട്ടീസിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ വെച്ചിട്ട് വേറെണ്ണം ബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ മൈ ആപ്പ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്ലെസ്സിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മൈ ആപ്പാണ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൈ ആപ്പിന് ഈ പ്രോപ്പർട്ടീസ് എല്ലാം കിട്ടും, ഇൻഹെറിറ്റൻസ് കിട്ടും. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് നമുക്ക് മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ് ആണ് അവിടെ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അറ്റ് ഓവർറൈഡ് എന്ന് പറയുന്നൊരു വേർഡ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അതവിടെ യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിലും എററൊന്നും വരാൻ പോകുന്നില്ല, പക്ഷേ അത് കൊടുക്കുന്നതാണ് ശരിക്കുള്ളൊരു കൺവെൻഷൻ. അതേപോലെ നമുക്ക് ഒരുപാട് വാക്കുകളുണ്ട് കേട്ടോ. അറ്റ് ഓവർറൈഡ്, അറ്റ് റിക്വയർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിനി പഠിക്കും അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത്ര മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് ഒരു ഓവർറൈഡ് ആണ് താഴെ കിടക്കുന്ന ആ ബിൽഡ് ഫംഗ്ഷൻ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അറ്റ് ഓവർറൈഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു ഡെക്കറേറ്റർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഫോമാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ സ്കാഫോൾഡ് വരെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനും പൊതുവേ ഒരു ആപ്പ് ബാർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരു ആപ്പ് ബാർ വേണം. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ സ്കാഫോൾഡിനകത്ത് വരുന്നതെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൗസ് ഒന്ന് ഹോവർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് എന്തൊക്കെ നമ്മുടെ സ്കാഫോൾഡിനകത്ത് കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ബോഡി, ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ, ഡ്രോയർ, ഓൺ ചേഞ്ചർ, എൻ ഡ്രോയർ, ബോട്ടം നാവിഗേഷൻ ബാർ, ബോട്ടം ഷീറ്റ്, ബാക്ക്ഗ്രൗണ്ട് കളർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് ആദ്യമേ വേണ്ടത് എന്താണ്, നമുക്കൊരു ആപ്പ് ബാർ വേണം. ഇവിടെ പ്രിഫേർഡ് സൈസ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ആപ്പ് ബാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ആപ്പ് ബാർ കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ സ്പേസ് അടിച്ചതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന സജഷൻസിനകത്ത് നെയിംഡ് പാരാമീറ്റർ ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആപ്പ് ബാർ കൊടുത്തു. ആപ്പ് ബാറിന് വരുന്ന വിഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പ് ബാർ തന്നെയാണ്. ഓക്കെ, ആപ്പ് ബാർ എന്ന് പറയുന്നൊരു വിഡ്ജറ്റാണ് ആപ്പ് ബാറിന് വരുന്നത്. ഇനി ആപ്പ് ബാറിനകത്ത് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ലീഡിങ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ജസ്റ്റ് കൺട്രോൾ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ബോട്ടം, ഷേപ്പ്, ബാക്ക്ഗ്രൗണ്ട് കളർ, എലിവേഷൻ, ടൈറ്റിൽ, ലീഡിങ്, ആക്ഷൻ ഐക്കൺ തീം, ബോട്ടം ഒപ്പാസിറ്റി, സെൻറ്റർ ടൈൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രൈറ്റ്നെസ്, അതിനൊരു കട്ടൊക്കെ കിടക്കുന്നുണ്ടല്ലേ, കട്ട് എന്തിനാണെന്നുള്ളതും ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടെ വേണ്ടത് ഒരു പേരാണല്ലേ. അപ്പോൾ പേരിന് നമുക്ക് എന്തായിരിക്കും, ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാനിവിടെ കൊടുക്കുകയാണ് എക്സ്പ്ലോർ ആപ്പ് ട്യൂട്ടോറിയൽസ് എന്ന് ഞാനിവിടെ ഒരു നെയിം കൊടുത്ത് ഞാനത് റൺ ചെയ്യണം. ഞാൻ കൺട്രോൾ എസ് ആണ്
ഇവിടെ കൊടുത്തത് Ctrl+S സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ കൊടുക്കുന്നത്. Ctrl+S കൊടുത്ത് സേവ് ചെയ്യുന്നത് മാത്രമല്ല, നമുക്കത് റിഫ്രഷ് ആയി വരണമെന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ SDK സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടൈം പീരീഡിൽ അത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ആപ്പ് ട്യൂട്ടോറിയൽസ് എന്ന് കൊടുത്തു. നമുക്കതവിടെ മുകളിൽ പ്രിൻ്റ് ആയി വന്നോ നമുക്ക് കാണാൻ പറ്റും. ഇനി എനിക്ക് ഈ ഒരു സൈഡിൽ എനിക്കൊരു ഡ്രോയർ വേണം. ഓക്കെ, എനിക്കിങ്ങനെ സൈഡിൽ നിന്ന് പോപ്പപ്പ് ചെയ്ത് വരുന്നൊരു ഡ്രോയർ വേണം. അപ്പോൾ ഡ്രോയറിന് വേണ്ടിയിട്ട് എനിക്ക് ഒന്നെങ്കിൽ ലീഡിങ് വിളിച്ചിട്ട് അതിനകത്ത് ഡ്രോയർ കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഡയറക്റ്റായിട്ട് ഡ്രോയർ എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അതിനകത്ത് വീണ്ടും ഡ്രോയർ കോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ഡ്രോയർ അപ്പിയർ ആവും. ഓക്കെ, ഡ്രോയർ വരുന്നുണ്ടോ എന്ന് നോക്കാം. ശരി, നമുക്കവിടെ ഒരു ഡ്രോയർ അപ്പിയർ ആയിട്ടുണ്ട്. ഇനി ഡ്രോയറിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഡ്രോയറും കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ്. ഓക്കെ, നമ്മൾ ഡ്രോയർ കൊടുത്തു. എനിക്കിനി ഈ ഒരു സൈഡിലായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഐക്കൺ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെർച്ച് ഐക്കൺ വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനൊരു സെർച്ച് ഐക്കൺ അവിടെ വയ്ക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ആപ്പ് ബാറും കൊടുത്തു, ഡ്രോയറും കൊടുത്തു. ഇനി എനിക്ക് വേണ്ടത് ഡ്രോയർ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ആക്ഷനാണ്. ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ? ആക്ഷൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അതിനൊരു സ്ക്വയർ ബ്രാക്കറ്റാണ്. എന്താണ് സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതലായിട്ടുള്ള വിഡ്ജറ്റ്സിനെ ഇതിന് നമുക്കവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മളവിടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. അതേസമയം ഒരു വിഡ്ജറ്റിന് മാത്രമേ മറ്റൊരു വിഡ്ജറ്റിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുള്ളെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കർവ്ഡ് ബ്രാക്കറ്റും ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രം ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് ഒരു ഐക്കണാണ്. അപ്പോൾ ഐക്കണിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്ലട്ടറിൽ തന്നെ വീണ്ടും ഒരുപാട് വിഡ്ജറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഐക്കൺ ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഡ്ജറ്റിനെ ഞാനിവിടെ കോൾ ചെയ്യുകയാണ്. ഐക്കൺ ബട്ടണിലേക്ക് നമ്മൾ വീണ്ടും ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അത് ഉൾക്കൊള്ളും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഓൺ പ്രസ്ഡ് ഉണ്ട്. ഓക്കെ, നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഓൺ പ്രസ്ഡ് ഉണ്ട്. ഓക്കെ, ഓൺ പ്രസ്ഡ് ഒരു ഫംഗ്ഷൻ പോലെയാണ് കോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഫംഗ്ഷൻ്റെ ബോഡിക്കും കോൾ ചെയ്യാനായിട്ടുള്ള പാരാന്തസിസ് ഇവിടെ കൊടുത്തു. ഇനി അവിടെ വീണ്ടും ഒരു ചുമന്ന വര കാണുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓൾറെഡി ഐക്കൺ ബട്ടൺ എന്ന് പറഞ്ഞ ഈ ഒരു വിഡ്ജറ്റ് ഇവിടെ കോൾ ചെയ്തത് ഐക്കണിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഐക്കൺ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വിഡ്ജറ്റ് കൂടെ ഇതിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഐക്കൺ വിളിച്ചു. ഇനി നമുക്ക് ഐക്കൺ എങ്ങനെ കൊണ്ടുവരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഐക്കൺ എന്ന് പറഞ്ഞിട്ടൊരു വിഡ്ജറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഐക്കൺ എന്ന് പറഞ്ഞ വിഡ്ജറ്റ് എടുക്കാം. ഇനി അതിനെ കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതൊന്ന് സെക്കൻഡ് ലൈനിലേക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ എനിക്കതിനെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന ഐക്കൺസ് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐക്കൺസിനകത്ത് എന്തൊക്കെ ഉണ്ടോ അത് കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആവും. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്ലട്ടർ മെറ്റീരിയൽ ഡോട്ട് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുകളിൽ വിളിച്ചിരിക്കുന്ന ആ ഒരു ഇമ്പോർട്ട് മെത്തേഡിലൂടെയാണ് നമുക്ക് ഈ ഐക്കൺസ് എല്ലാം നമ്മുടെ ആപ്ലിക്കേഷനകത്തേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ വേണ്ടത് ഒരു സെർച്ചാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെർച്ചിൻ്റെ തന്നെ പല രീതിയിലുള്ള സെർച്ച് നമുക്ക് കാണാൻ പറ്റും. ഞാനിതിൽ ആയി കിടക്കുന്ന സെക്കൻഡ് സെർച്ച് ഇവിടെ എടുക്കുകയാണ്. ഓക്കെ, സെർച്ച് എടുത്തു, അവിടെ പ്ലേസ് ചെയ്തു. കണ്ടില്ലേ, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് ഒരു സെർച്ചിൻ്റെ ഐക്കൺ കൂടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ക്ലിക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കത് ക്ലിക്ക് ആവുന്നുണ്ട്. ഇനി അതിനകത്ത് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്പ് ബാർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു സെർച്ച് ഐക്കണും അതേപോലെ തന്നെ നമുക്കിവിടെ ആയിട്ട് ഒരു ഡ്രോയറും നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബോഡിയിലേക്കാണ് വരേണ്ടത്. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ അവിടെ ന്യൂ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് മാത്രമാണ് അവിടെ കിടക്കുന്നത്. എനിക്കത് പോരാ, എനിക്ക് ഈ ഡിസൈൻ മൊത്തം മാറ്റണം. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് കോർണറിലായിട്ട് ഹലോ ഡിയർ സബ്സ്ക്രൈബർ എന്നെനിക്ക് എഴുതി കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം. നമുക്ക് ഈ ഒരു സെൻറ്റർ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററിലിരിക്കുന്ന ആ ഒരു കാര്യം മാറുമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഞാനിവിടെ നിന്ന് ഈ ഒരു സെൻറ്റർ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. കണ്ടില്ലേ, ആ ന്യൂ കൺസ്ട്രക്ടർ എന്ന് എഴുതിയിരുന്നത് അങ്ങ് മുകളിൽ പോയി. ഇനി ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് ആ ന്യൂ കൺസ്ട്രക്ടറിന് പകരം ഞാനിവിടെ ഹലോ ഡിയർ സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു.
ഹലോ ഡിയർ സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു. ഞാൻ ഒന്ന് റൺ ചെയ്തു. അപ്പോൾ എനിക്കതവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ആ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സിനോട് അത്ര താല്പര്യം പോരാ. അതായത് എനിക്ക് ആ ഒരു രീതിയിൽ കണ്ടാൽ പോരാ. എനിക്ക് കുറച്ചുകൂടെ ബോൾഡായിട്ട് അതിനെ ഒരു റെഡ് കളറിൽ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫ്ലട്ടർ തന്നെ ടെക്സ്റ്റിനകത്ത് ഒരു പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്, സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ആ സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റൈൽ ടെക്സ്റ്റിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വിഡ്ജറ്റും തന്നിട്ടുണ്ട്. ആ വിഡ്ജറ്റിൻ്റെ പേര് ടെക്സ്റ്റ് സ്റ്റൈൽ. ഓക്കെ, ഇതാ നമുക്കിവിടെ സജഷൻ വന്നിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് സ്റ്റൈലിൽ എന്തൊക്കെ പോസിബിൾ ആണെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ? ഫോണ്ട് വെയ്റ്റ്, ഫോണ്ട് സൈസ്, ഫോണ്ട് ഫാമിലി, കളർ, ഡെക്കറേഷൻ, ഫോണ്ട് സ്റ്റൈൽ, ബാക്ക്ഗ്രൗണ്ട്, ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് വേണ്ടത്, എനിക്ക് ആദ്യമേ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കണം. അപ്പോൾ ഫോണ്ട് സൈസ് ഞാനൊരു 18 ആക്കി. അതേപോലെ തന്നെ ഫോണ്ട് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ബോൾഡ്നെസ് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോണ്ട് വെയ്റ്റ് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണിക്കും. എനിക്ക് ഒരുപാട് അങ്ങ് ബോൾഡ് ആക്കണ്ട, അതുകൊണ്ട് ഞാൻ 600 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബോൾഡ്നെസ് സെറ്റ് ചെയ്തു. ഇനി എനിക്ക് മെയിൻലി വേണ്ടത് കളറാണ്. ഓക്കെ, കളറിനെ കോൾ ചെയ്യാനായിട്ട് കളേഴ്സ് ഡോട്ട് റെഡാണ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. റെഡ് കൊടുത്തു. ഓക്കെ, റെഡ് കൊടുത്ത് ഇനി അതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഹലോ ഡിയർ സ്റ്റുഡൻറ്റ് എന്ന് നമുക്കവിടെ പ്രിൻ്റ് ആയിട്ട് വന്നു. ഇനി നോക്കിക്കേ, ഇനി എനിക്ക് കറക്റ്റ് ആ ഒരു ഹലോ ഡിയർ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ നമ്മുടെ ആബാറിനോട് ചേർന്നും അതേപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്നുമാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രത്തോളം ചേർന്നിരിക്കേണ്ട. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു ബോഡി ഉണ്ട്. ബോഡിയിൽ ടെക്സ്റ്റ് കൊടുത്തു. ഈ ടെക്സ്റ്റിനെ നമുക്ക് വേറൊരു വിഡ്ജറ്റ് വെച്ച് റാപ്പ് ചെയ്യാം. ഓക്കെ, ആ വിഡ്ജറ്റിനെ റാപ്പ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് വേറൊരു വിഡ്ജറ്റ് വെച്ച് റാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോവർ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഒരു ബൾബ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഓരോന്നും ഇവിടെ കാണിക്കും. റാപ്പ് വിത്ത് വിഡ്ജറ്റ്, ബിൽഡർ, സെൻറ്റർ, കോളം, കണ്ടെയ്നർ, പാഡിങ്, റോ, സൈസ്ഡ് ബോക്സ്, അങ്ങനെ ഒരുപാടെണ്ണം കാണിക്കും. അപ്പോൾ ഞാനത് ഇവിടെ ജസ്റ്റ് വിഡ്ജറ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ അവിടെ വിഡ്ജറ്റായി. ഇനി നമുക്കിവിടെ നെയിം മാത്രം മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, എനിക്കിവിടെ വേണ്ടത് പാഡിങ് ആണ്. നമുക്ക് ഓൾറെഡി പാഡിങ് അവൈലബിൾ ആണ്, പക്ഷേ ഞാൻ പാഡിങ് ആണ് കൊടുക്കാത്തത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പാഡിങ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പാഡിങ് നമ്മുടെ യൂസ് ചെയ്യുന്ന വിഡ്ജറ്റിന് വേണം എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു ചൈൽഡ് ഉണ്ട്. അതേപോലെ തന്നെ ഇനി പാഡിങ് ആയതുകൊണ്ട് തന്നെ പാഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പാരാമീറ്റർ കൂടെ ഇതിന് കാണും. ഓക്കെ, അപ്പോൾ ഞാൻ ആ പാരാമീറ്റർ കൊടുക്കുകയാണ്, പാഡിങ്. ഇനി പാഡിങ് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണിക്കുന്നുണ്ട്. അതിനകത്ത് എനിക്കിപ്പോൾ ഞാൻ ഒരു ഓൾ കൊടുക്കുകയാണ്. ഓൾ അതിനകത്ത് നമുക്ക് വാല്യൂവും കൂടെ സ്പെസിഫൈ ചെയ്യാം. ഞാൻ ഒരു 8 കൊടുക്കും. ഓക്കെ, 8 കൊടുത്ത് ഞാനത് റൺ ചെയ്യുകയാണ്. കണ്ടില്ലേ, നമ്മൾ ആ ഒരു കോർണറിലോട്ട് ചേർന്നിരുന്ന ആ ഒരു റൈറ്റിങ് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് താഴേക്കും അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സൈഡിലേക്കും ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ കണക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റൈലിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമ്മുടെ ബേസിക്സ് ആയിട്ട് എടുക്കുക. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആപ്പ് ബാർ, അതേപോലെ തന്നെ ഒരു ഡ്രോയർ എങ്ങനെ കോൾ ചെയ്യണം എന്നുള്ളത് പഠിച്ചു. ദെൻ ഒരു സെർച്ച് ബാർ വെക്കാനായിട്ട് നമ്മൾ ആ ഒരു ഐക്കൺ എങ്ങനെയാണ് എടുത്തതെന്നുള്ളത് പഠിച്ചു. അതേപോലെ തന്നെ ഒരു ടെക്സ്റ്റിനെ അതിനെ പ്ലേസ് ചെയ്യാനായിട്ടുള്ളതും പഠിച്ചു. നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഇമേജസ് ആഡ് ചെയ്യുന്നതും ഫോണ്ട് കൊണ്ടുവരുന്നതും ഒക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.